പിന്നെ അമ്മാര് ഇടി അടിക്കുന്നേ. കുളിക്കാനുള്ള സമയമായിട്ടുണ്ട്. അയ്യോ ബാ പൊളി. എന്റെ അമ്മീ കളയില് കളയും. ഹായ് ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീൻകുളം മൊത്തം നശിച്ച് കിടക്കണം. അത് മൊത്തം ഒന്ന് ശരിയാക്കണം. അതിനുവേണ്ടി ഇത് കുറച്ച് കയറും സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിച്ച് വരുവാണ്. അപ്പോൾ നമ്മുടെ മീൻകുളം മൊത്തം പച്ച കളർ കിടക്കുകയാണ്. അതെല്ലാം ഒന്ന് മാറ്റി നമ്മൾ സെറ്റാക്കാൻ പോകണേ. നമ്മുടെ ഇപ്പോഴത്തെ കുളത്തിൻ്റെ അവസ്ഥ മൊത്തം നശിച്ച് കിടക്കുകയാണ്. ഫുള്ള് വലയെല്ലാം കീറി നമ്മുടെ പടുതാക്കി ഒരു ചെറിയ ലീക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ പുതിയ പടുതാക്കിയിട്ട് മാറ്റാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ വല മൊത്തം മാറ്റിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് തൂണ് നാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ബൊഗൈൻവില്ലയുടെ സ്റ്റാൻഡ് നമ്മൾ ചെയ്ത സമയത്ത് നമ്മൾ കുളത്തിന് വേണ്ടി തൂണ് ചെയ്തതായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വെള്ളം മാറ്റിയിട്ട് പടുത മാറ്റണം. നമ്മുടെ വെള്ളം അത്യാവശ്യം വറ്റി തീരാറായില്ല, ഇനിയുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് മീൻ ഇടാൻ വേണ്ടിയുള്ള പാത്രമൊക്കെ റെഡിയാക്കണം. ഇവിടെ ഒരു ബേസിലുണ്ട്. ബാക്കി ബക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. ഇനി അതിനകത്ത് വേണം മീനെല്ലാം പെറുക്കിയിടാൻ. ഇതിനകത്ത് ഒരുപാട് ഗപ്പിയുണ്ട്. ഈ ഗപ്പിയൊക്കെ നമുക്ക് പിടിച്ച് മാറ്റണം. ഇത് നമ്മുടെ പുതിയ വല. അല്ല, ഇതിനകത്ത് ഇച്ചിരി വലിയ കണ്ണിയാണ്. ഗപ്പി പോകാൻ ചാൻസ് ഉണ്ട്. ഇത് മറ്റേ വല്ല നമ്മുടെ ജയിൻ്റ് കവരേനൊക്കെ പിടിക്കാൻ വേണ്ടി ഞാൻ മേടിച്ചു. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഇതാ. മറ്റേ വലയൊക്കെ അടിച്ച് കീറി കളയില്ല. ഇതാണെങ്കിൽ അവിടെ കിടന്നോളൂ. ഇത് വെച്ചിട്ട് ഗപ്പിനൊക്കെ ഇത് വെച്ച് പിടിക്കുക. പണിയെടുക്കാൻ പറഞ്ഞ അപ്പം ഐസ്ക്രീം തിന്നുന്ന ഇത് തന്നെ പണി. ഒരു പണിയും ചെയ്യത്തില്ല. മീൻകുളത്തിൻ്റെ വെള്ളം എല്ലാം മീനെ പിടിച്ചിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വറ്റിയിട്ട് മീനെ പിടിച്ച് മാറ്റി പടുത മാറ്റണം. അതിന് പുതിയ പടുത വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് പുതിയ പടുത. എന്നിട്ട് ഈ കിടക്കുന്ന പടുത നമ്മളെടുത്ത് മേളിലിടും. എന്നിട്ട് ഈ പൈപ്പ് തൂണ് നാട്ടിക്കുന്നതിനകത്ത് വല വലിച്ച് കെട്ടി സെറ്റപ്പ് ആക്കാനുള്ള പ്ലാനാണ്. ഓക്കെ, ഇത് ഗപ്പി ആദ്യം പിടിക്കാൻ പോണേ. ഇത് ഗപ്പി നീ ഒരു 2 ഗപ്പി കൊണ്ടിട്ടത്. ഗപ്പിയുടെ മഴ ഇതിനകത്ത്. ഇത് കണ്ടോ ഗപ്പി, എന്ത് ഗപ്പിയാന്നുണ്ടോ? ഒരു വാരിന് കിട്ടിയ ഗപ്പിയ, വലുത് തന്നെ. ഇത് ഒരു പറയുണ്ട്, അതും പല കളറ്. കുഞ്ഞുങ്ങൾ ഈ ഓട്ടയ്ക്കകത്തോടെ ഇപ്പുറ സൈഡിൽ വരുന്നത് വരയ്ക്ക്. എന്ത് മീനാ എൻ്റെ റോഷ്, ഇത് എന്ത് ഗപ്പിയാ? എല്ലാം കൂടെ എന്നാ ചെയ്യും? ഒരാവശ്യമില്ലാട്ടെ, എന്ത് ഗപ്പി ഇത്? വാരിട്ട് തീരുന്നില്ലേ? ഒരു പെരുന്നാൾ കഴിഞ്ഞ എല്ലാവരും ഐസീറ്റാ, പണിയെടുക്കുന്നില്ല. ഇത് ഗപ്പി പിടിച്ച് എപ്പോൾ തീരുമെന്ന് എനിക്കറിയത്തില്ല. ഗപ്പിയോട് ഗപ്പി. കുറേ പിള്ളേർക്കെല്ലാം ഇവിടെ വാരി കൊടുക്കുക. നമ്മുടെ ഫിൽറ്റർ എല്ലാം കൂടെ എന്തോ വളർന്നൊക്കെ നിൽക്കുക. കുറേ നാളിട്ട് യൂസ് ചെയ്യാഞ്ഞിട്ട് ഫുള്ള് പുല്ല് വരും. ഇതൊന്ന് ക്ലീൻ ആക്കണം. ഒരുപാട് പണികളുണ്ട്. പിന്നെ അമ്മാര് ഇടി അടിക്കുന്നേ. കിട്ടി 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 കിട്ടി. ആ, ഇതെല്ലാം കാർപ്പ് ഒരുമിച്ചിട്ട് കാണാലോ അല്ലേ? വാ പിടിച്ചോ. അയ്യോ ബാ പൊളി. എന്റെ അമ്മീ കളയില്ലേ എടുത്തില്ലേ? അല്ല, കുഴപ്പമില്ല. വാ, നമ്മുടെ ചെയിൻ്റെ ഊര. ഇത് നമ്മുടെ ബക്കറ്റ് ഇട്ടാ മതി. അല്ല, ഞാൻ ഇട്ടോളാം. കേട്ടോ അമ്മാതി അടി അടിക്കുന്നേ. ഇല്ലേ, ഇവനെ സമാധാനിപ്പിച്ചിട്ട് എടുക്കാൻ.
ഓ ഇത് നല്ല സൈസാ. ഗപ്പിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കയറാൻ ഞെരുങ്ങുക. മറിക്കില്ലേ? നിൽക്ക് അങ്ങനെ ചുറ്റല്. ഇത് റെഡ് അയ്യ ഇതുണ്ടോ? ഇതിന്റെ കണ്ണ് കണ്ടോ റോഷു? ഇതുണ്ടോ കണ്ണ് കണ്ടോ? റെഡ് അയ്യ ഗപ്പിയൊക്കെ അവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. നിക്ക് വീഡിയോക്കകത്തെങ്ങാനും ഇതെങ്ങാനും ഇട്ടാൽ ഞാനിപ്പോ തന്നെ അത് രണ്ടെണ്ണം മതി അതിനകത്ത്. ഗപ്പിയൊക്കെ എല്ലാം ഒരു പരുവായി. അല്ല സൂപ്പർ കളറ്, എൻ്റെ ഫേവറേറ്റ് കളറാ. കണ്ടോ? അമ്മയിടുവോ? മലയാളം ഇട്ടോ. അത് മൂടിയിട്ടേരെ, അല്ലെങ്കിൽ ചാടും. അതൊക്കെ ഒന്ന് തട്ടുന്നുണ്ട്. ഇത് ഇതിന്റെ പൊടി കൊണ്ടിട്ടതാ. ഇത് രണ്ടെണ്ണം കൊണ്ടിട്ട് ഇതിൽ ഒരെണ്ണം ചത്തുപോയി. ഗർഭിണി പെണ്ണോ? പയ്യ അങ്ങ് ഇട്ടോ. ഓ എന്റെ അമ്മി, അമ്മി പേടിയായിട്ടാ. ഇതിന്റെ ഭംഗി കണ്ടോ? ഈ വാല് കണ്ടോ? വാല് കണ്ടോ? പിന്നെ നീളാണ് കണ്ടോ? ഇത് അങ്ങ് തരാവേ, പൊക്കി അങ്ങോട്ട് വെച്ചിട്ടോ. അതിനത് ഇലയാ? മീനാണോ ചാടിയൻ? ബാടാ. ഇത് എവിടെ ഇടാനാ? അതിൻ്റെ ഇടാനല്ലേ? നിക്ക് ഇവള് കുളിപ്പിക്കുന്നത്. അടങ്ങ നീ. നിക്ക് വിട്ടോ. അതൊന്ന് മൂടിയിട്ടേരെ. നമ്മൾ കുളത്തിലെ വെള്ളം മൊത്തം വറ്റിച്ചു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളൂ, നമുക്ക് ഇങ്ങനെ കോരിക്കളയണം. അപ്പോൾ നമ്മൾ വെള്ളമെല്ലാം മാറ്റിയിട്ട് ഇനിയിപ്പം പടുത മാറ്റണം. ഈ ലീക്കായ പടുത എടുത്ത് മാറ്റിയിട്ട് നമ്മൾ മുകളിലിട്ടിട്ട് പുതിയ പടുത ഇവിടെ ഇടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കുറേ വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ആ വേരൊക്കെ നമുക്കൊന്ന് കണ്ടിച്ച് മാറ്റിയിട്ട് വേണം നമുക്ക് ചാക്കിട്ടിട്ട് പടുത ഇടാൻ. നമ്മൾ പടുതാക്കുളത്തിൽ വെള്ളമൊക്കെ നിറച്ച് മീനെയൊക്കെ ഇറക്കി വിടാൻ തുടങ്ങി കേട്ടോ. ഞാനത് ഫുള്ള് കാണിക്കത്തോണ്ട് എൻ്റെ ഫോണിൻ്റെ ബാറ്ററി തീർന്നു പോയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ വീഷ്വൽ അത് കഴിഞ്ഞെടുത്തത് കേട്ടോ. കുറേ മീനെയൊക്കെ പിന്നെ നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് ബോറ് പഠിപ്പിക്കേണ്ടെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ജയൻ്റ് വരെയൊക്കെ നമ്മൾ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ജയൻ്റ് വരെ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. നമ്മൾ ഈ ജയൻ്റ് വരെ നാളത്തിനെ കൊടുത്തിട്ട് നമ്മൾ കുറച്ച് കാർപ്പിനെ വാങ്ങിച്ചിട്ട് ഇടണം എന്നാണ് എൻ്റെ പ്ലാന്. അപ്പം നമുക്ക് ഈ ജയൻ്റ് വരെ ആരെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് 5 വർഷം പ്രായമായതാണ്.
മച്ചുവേർഡ് ആയതാണ്. 4 മെയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. എന്നെ അത്യാവശ്യം നല്ല സൈസുണ്ട്. 5 വർഷം ആയതാണ്. 2 ആൽബിനോയും 2 പിങ്കുമാണ്. അങ്ങനെ 4 ജയന്റ് കോരിയാണ് വരുന്നത്. പക്ഷേ കൊടുക്കാൻ മനസ്സിലായില്ല. എത്ര വർഷമായിട്ട് വളർത്തുന്നത് അറിയോ? നമ്മുടെ കുട്ടാപ്പിയ കണ്ട ആദ്യമേ 2 എണ്ണത്തിന് കൊടുക്കാം, അത് കഴിഞ്ഞ് പിന്നെ കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ പഴയ പടുത എടുത്ത് മുകളിലിടുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വെയിലും അടിക്കത്തില്ല, പിന്നെ നമുക്ക് കരികലയും കാര്യങ്ങളൊന്നും വീണ് അങ്ങനെ ചീത്തയാകത്തില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിപാടികളാണ് അടുത്തത്. പിന്നെ കാണുന്ന പോലെ അത്ര സിമ്പിൾ അല്ല. ഇത് വലിച്ചു പൊക്കി കയറ്റിയിടുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പടുതയാണ്. എടി എൻ്റെ നീ കുളം കാണിക്കുക റോഷു. അതായത് ഇതിൻ്റെ അത് കേട്ടോ, പണ്ടത്തേക്കാൾ നല്ല അടിപൊളി സ്പേസായി. ഇപ്പോൾ ഓടി അടക്കാം അതിനകത്ത്, കൂടാരം പോലെ ആയി. കേട്ടോ വട്ടം കാണിച്ചു നോക്കിയേ കേട്ടോ. അങ്ങനെ നമ്മുടെ കുളത്തിൻ്റെ പകുതി പടി തീർന്നു കേട്ടോ. ഇനിയിപ്പം പടുത മേളിൽ, പഴയ പടുത നിലത്ത് കിടന്ന പടുത എടുത്ത് മേളിലിട്ടു, പുതിയ പടുത താഴെ ഇട്ടു. അത്യാവശ്യം കുഴപ്പമില്ലാതെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി സൈഡിലൂടെ അടച്ചാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. നമ്മുടെ മീനൊക്കെ ഇപ്പം ഇതിൽ മേളടിക്കുന്നുണ്ട്, കാണത്തില്ല കേട്ടോ. ഇത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല, ഇരുട്ടായി കണ്ടോ. നമ്മൾ 10 കോഴിക്കറുപ്പുണ്ട്, 4 ജയന്റ് കോരയുണ്ട്. ബാക്കിയെല്ലാം പണ്ടൊക്കെ ചത്തുപോയി. ഇനിയിപ്പം കുറച്ച് കോഴിക്കറുപ്പിനെ കൂടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. കുറച്ച് കോഴിക്കറുപ്പിനെ കൂടെ മേടിച്ചിട്ടാൽ ഇച്ചിരി കളർഫുള്ളാകും. അല്ല റോഷു? റോഷു ഗപ്പിയെ പെറുക്കുക. ഒരു ലോഡ് ഗപ്പിയുണ്ട് അതിനകത്ത്. കുറേ ഗപ്പിയൊക്കെ നമ്മൾ ശ്വാസം മുട്ടി ചത്ത്. ഇപ്പോൾ കുറേ ഗപ്പിയൊക്കെ, ഇനി ഗപ്പിനെ നമ്മൾ കുളത്തിലിടുന്നില്ല കേട്ടോ. ഗപ്പി പെരി ഭയങ്കര ഗപ്പി കാരണം ഒരു രക്ഷയില്ലായിരുന്നു. ഇനിയിപ്പം ഗപ്പിനെയൊക്കെ അപ്പുറത്തെ കുളത്തിലും ഫ്രണ്ടിലത്തെ കുളത്തിലെല്ലാം മാറ്റി ഇടണം. ഇത് മേളിലൊരു ഓട്ട വീണായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഈ പടുത ചേഞ്ച് ചെയ്തത് കേട്ടോ. 4-5 വർഷം കഴിഞ്ഞാണ് ഈ പടുത. എവിടെയോ ഒരു ചെറിയ ലീക്കുണ്ട്, പക്ഷേ ചെളി കയറിയിട്ട് വെള്ളം താഴുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഫിൽട്രേഷൻ എല്ലാം ഓണാക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഫിൽട്രേഷൻ എല്ലാം ഇത് ഈ ഒരു പരിവായിട്ടിരിക്കുന്നത്. ഇനിയിപ്പം നാളെ ഈ സൈഡ് വലയും ഫിൽട്രേഷൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് തരണം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുള്ള് വലയടിക്കണം, അല്ലെങ്കിൽ കൊക്കോ പാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വന്ന് ചാടും. അപ്പം അതുകൊണ്ട് വട്ടത്തിൽ വലയടിച്ച് റെഡിയാക്കണം. അങ്ങനെ നമ്മുടെ ആ പരിപാടി കഴിഞ്ഞ് വട്ടം നമ്മൾ വലയടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു ചെറിയ ഗ്യാപ്പിലൊക്കെ ചെറിയ വലയും കൂടെ അടിച്ച് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഫിൽട്രേഷനാണ് സെറ്റാക്കേണ്ടത്. എന്നാ കട്ട ചെളിയാണ് ഫിൽട്ടർ. ഇത് നമ്മുടെ കുപ്പിക്കകത്ത് ഹോളിട്ടിട്ട്, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ 2 ഫിൽട്ടർ സിസ്റ്റം വരുന്നത്. രണ്ടാമത്തെ ബക്കറ്റ്. ഇതിനകത്ത് നമ്മളിടുന്ന മണലാണ്. അത് മിറ്റിലായിട്ടേക്കുന്നത്. മിറ്റിൽ അടിയിൽ ഇങ്ങനെ കൊട്ട വെച്ചിട്ട് ഇങ്ങനെ അതിനകത്ത് വെള്ളം കറങ്ങി ഇങ്ങനെ പോയി അതിച്ചാടും. അങ്ങനെ 2 എണ്ണത്തിൽ നിന്നാണ് വെള്ളം നമ്മുടെ ഇതിലേക്ക് വരുന്നത്. പുറത്തോട്ട് വേസ്റ്റ് പോകുന്നത് പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്യണം. ഇത് നമ്മൾ ഇപ്പം നമ്മൾ വേസ്റ്റ് ഇത് തുറക്കുമ്പോൾ ഇട്ടു. ഫിൽറ്റർ മൊത്തം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്ന സ്ഥലത്ത് നമ്മൾ വെക്കുകയാണ്. ഇതാണ് നമ്മുടെ മെയിൻ ജാറ്. നമ്മുടെ ഫിൽറ്ററിൻ്റെ രണ്ടാമത്തെ ബക്കറ്റാണ്. ഓവർഫ്ലോ വന്നിട്ട് ഇതിലേ പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു പാത്രം ഇവിടെ വെച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ പൈപ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. കാരണം മോട്ടറിൽ നിന്ന് വരുന്ന പൈപ്പ് ഇതെല്ലാം നമ്മൾ പശയൊന്നും വെച്ചിട്ടില്ല, നമ്മൾ തന്നെ ജസ്റ്റ് ചുമ്മാ ടൈറ്റാക്കി വെച്ചിട്ടേ ഉള്ളൂ. നമുക്ക് അതുകൊണ്ട് പശയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അഴിക്കണ ഒക്കെ പാടായതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ മെയിൻ ജാറിൽ നമ്മൾ ഇടുന്നത് മിറ്റലുണ്ട്. മിറ്റലിൻ്റെ മുകളിൽ നമ്മൾ ചാക്ക് ഇടുന്നുണ്ട്. പിന്നെ ചിരട്ടക്കരിയുണ്ട്, കട്ടയുണ്ട്, പിന്നെ നമ്മൾ സ്പോഞ്ച് വെക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് വെച്ചേക്കുന്ന ലെയർ ഐറ്റംസ് എല്ലാം വെച്ചേക്കുന്നത്. സ്പോഞ്ചെല്ലാം അത്യാവശ്യം കുറേയൊക്കെ പോയതൊക്കെ കേട്ടോ, ഒത്തിരി നാളായതാണ്. പുതിയ സ്പോഞ്ച് കാര്യങ്ങളൊക്കെ വെക്കണം. പക്ഷേ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ചെളി വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ക്ലീൻ ചെയ്ത് വിടുകയാണെങ്കിൽ വെള്ളം എപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിടക്കും. അപ്പോൾ വെള്ളം ഫിൽറ്റർ ഓണാക്കിയിട്ടുണ്ട്. ആദ്യത്തെ നമ്മൾ ഇച്ചിരി വേസ്റ്റ് വെള്ളം നമ്മൾ വെളിയിലിട്ടടിക്കും.
കണ്ടോ വെള്ളം നിറഞ്ഞു വരുന്നുണ്ടോ? അത് ഇച്ചിരി ചെളിയാ. കണ്ടോ ഇത് നിറഞ്ഞു. വേസ്റ്റാണ്, വേസ്റ്റ്. ഇപ്പം തന്നെ തെളിഞ്ഞോളൂ കേട്ടോ. അടി കിടക്കുന്ന കുറച്ച് വേസ്റ്റാണ് ഈ പൊങ്ങി വരുന്നത്. ശരിക്കും കഴുകാഞ്ഞിട്ടാണ്. നമ്മുടെ വെളിയിലോട്ട് ഓവർഫ്ലോ ആയിട്ട് പോകുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ കുളത്തിൻ്റെ പരിപാടികൾ ഇതാൻ കഴിഞ്ഞിട്ടത് ഫിൽട്രേഷൻ നടക്കുന്നു. ഇനിയിപ്പോൾ കിണറ്റിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെള്ളം ഫുള്ള് നിറച്ചിട്ടില്ല. ഇനിയിപ്പം വെള്ളം വരുന്ന വെച്ചാൽ ഓരോ ദിവസമായിട്ട് നമ്മൾ വെള്ളം നിറച്ച് കയറ്റണം. അപ്പം അത്യാവശ്യം വലിയ സെറ്റപ്പിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇനി പടുതയൊക്കെ കുറച്ച് വലിച്ചു കെട്ടാനൊക്കെ ഉള്ളൂ. ബാക്കി അത്യാവശ്യം നമ്മുടെ കട്ടിപ്പണികളെല്ലാം കഴിഞ്ഞു. അവിടെ നെറ്റെല്ലാം സൈഡിൽ കെട്ടി. ഞാൻ ഡോറിൻ്റെ അവിടെ കൂടെ നെറ്റ് കെട്ടാണ്ട്, 2 സൈഡിലൊരു ഡോറ് പോലെ അവിടെ കയറി വരുന്നുണ്ട്. അവിടെ നെറ്റ് കെട്ടാണ്ട്. പിന്നെ കുറച്ച് ചെടികളും കാര്യങ്ങളെല്ലാം വെച്ച് കുറച്ച് സെറ്റപ്പ് ആക്കണം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ ബൈ.